45,000 രൂപ EMI അടിച്ചിട്ട് വെറും 7,500 രൂപ മാത്രമാണ് മുതലിലേക്ക് പോയത്. ബാക്കി 37,500 രൂപ പോയത് പലിശയിലേക്കാണ്. എന്ത് കഷ്ടമാണിത്! ഈ തലവേദന എങ്ങനെയെങ്കിലും ഒഴിവാക്കിയാൽ മതി. അതായത് പുതുതായിട്ട് ഒരു ലോൺ എടുത്ത വ്യക്തി, അതിനുശേഷം അദ്ദേഹം ആദ്യത്തെ ഒരു EMI അടച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ ആ വ്യക്തികൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ് ഈ ഒരു അവസ്ഥ. അതായത് അവരടക്കുന്ന EMIയുടെ നല്ലൊരു ഭാഗം പോകുന്നത് പലിശയിലേക്കായിരിക്കും, മുതലിലേക്ക് പോകുന്നത് വളരെ ചെറിയൊരു പോർഷൻ മാത്രമായിരിക്കും. അപ്പോൾ ഇത് കാണുമ്പോഴേക്കും ഒരു മിക്കവർക്കും തോന്നാറുള്ള ഒരു കാര്യം, എങ്ങനെയെങ്കിലും ഈ ലോണൊന്ന് തീർക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരു മിക്കവർ ചെയ്യാറുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരിപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് ആ ഒരു തുകയും കൂടി ലോണിലേക്ക് അടക്കാൻ ശ്രമിക്കും. ശരിക്കും ഈ ഒരു നടപടി നല്ലൊരു നടപടിയാണോ? ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള ഭവിഷ്യത്തുകളുണ്ടോ? അതിനെക്കുറിച്ചാണ് ഇന്നേ ദിവസം ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഉപകാരപ്രദമാണെങ്കിൽ തങ്ങൾ എല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുക. തൊമ്മിച്ച് ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിൻ്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. ഈ ഒരു അവസ്ഥ കാണുമ്പോൾ, അതായത് നമ്മൾ അടക്കുന്ന EMIയുടെ നല്ലൊരു ഭാഗം ഈ പലിശയിലേക്ക് പോകുന്നത് കാണുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നാറുള്ള ഒരു കാര്യം, ഈ ലോൺ എങ്ങനെയെങ്കിലും ക്ലോസ് ചെയ്താൽ മതി എന്നതാണ്. പക്ഷേ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്തുള്ള ഒരു പ്രശ്നം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരു 40 വയസ്സുള്ളൊരു വ്യക്തി, ഉദാഹരണത്തിന് നമുക്ക് തൊമ്മിച്ചേട്ടൻ തന്നെ എടുക്കാം. അദ്ദേഹം ഈ ഒരു സമയത്ത് ഇപ്പോൾ ഒരു ലോൺ എടുത്തു എന്ന് വിചാരിച്ചു, ഒരു 50 ലക്ഷം രൂപ 20 വർഷത്തെ ടേമിന് വേണ്ടി ഇദ്ദേഹം ഒരു ലോൺ എടുത്തു. അപ്പോൾ ഈ നോർമൽ സിറ്റുവേഷനിൽ ഇപ്പോൾ ഒരു 50 ലക്ഷം രൂപ നമ്മളിപ്പോൾ ഒരു 9% ഇൻട്രസ്റ്റിൽ 20 വർഷത്തേക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ EMI വരുന്നത് ഏകദേശം ഒരു 45,000 രൂപയാണ്. 45,000 രൂപയാണ് EMI വരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച്, അതായത് 20 വർഷം, ഇദ്ദേഹത്തിൻ്റെ 60 വയസ്സ് വരെ ലോൺ അടച്ചു കഴിഞ്ഞാലാണ് ഈ ലോൺ തീരുന്നത്. സപ്പോസ് ഇദ്ദേഹത്തിൻ്റെ പക്കൽ ഒരു 20,000 രൂപയും കൂടി എക്സ്ട്രാ കയ്യിലുണ്ട്. അത് ഒന്നില്ലെങ്കിൽ അദ്ദേഹം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്ന ഒരു എമൗണ്ടാണ്. അപ്പോൾ ആദ്യം ഇദ്ദേഹം ഈ 45,000 രൂപ അടക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ കാണിച്ച പോലെ വെറും 7,500 രൂപ മാത്രമേ മുതലിലേക്ക് പോകുള്ളൂ. ബാക്കി വരുന്ന ഏകദേശം 37,500 രൂപ പലിശയിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ ഇങ്ങനെ കാണുന്ന സമയത്ത് ഈ നിക്ഷേപത്തിന് വെച്ചിരിക്കുന്ന ഈ ഒരു തുകയും കൂടി ഇതിനോട് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഏകദേശം ഒരു 10 വർഷത്തിനുള്ളിൽ ലോൺ ക്ലോസ് ചെയ്യാൻ സാധിക്കും. പലിശയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 33 ലക്ഷം രൂപയോളം ഇദ്ദേഹത്തിന് ലാഭിക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ശരി തന്നെയാണ്, ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇവിടെ 33 ലക്ഷം രൂപ ലാഭിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന സമയത്തുള്ള ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുന്ന് ഏകദേശം ഇവിടെ ഇദ്ദേഹത്തിന് 50 വയസ്സാകുമ്പോഴേക്കും ഇദ്ദേഹത്തിൻ്റെ ലോൺ തീരും എന്നത് ശരി തന്നെയാണ്. ഇനി ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇനി ഇദ്ദേഹത്തിന് 60 വയസ്സാകുമ്പോൾ റിട്ടയർമെൻ്റ് ആണ്. ഇപ്പോൾ സപ്പോസ് ഒരു റിട്ടയർമെൻറ്റിന് വേണ്ടി ഒരു 3 കോടി രൂപ ഇദ്ദേഹത്തിന് കണ്ടെത്താനുണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം ഈ 40ാമത്തെ വയസ്സിൽ ലോൺ എടുത്തു, 50 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ലോൺ തീർന്നു, അത് ശരി തന്നെ. പക്ഷേ ഇനി അടുത്ത 10 വർഷം കൊണ്ട് ഈ 3 കോടി രൂപ റിട്ടയർമെൻറ്റിന് വേണ്ടി കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഭയങ്കര ടഫായിട്ടുള്ളൊരു കാര്യമായിരിക്കും. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻവെസ്റ്റ്മെൻറ്റും ലോണും വർക്ക് ചെയ്യുന്നത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കേസ് ഞാൻ കാണിച്ചു തരാം. ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ലോണിൻ്റെ കേസ് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ലോൺ തന്നെ എടുക്കാം. ഇപ്പം നമ്മൾ ലോൺ റീപേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കാണാവുന്ന ഒരു കാര്യം, ഇവിടെ ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നത് പ്രിൻസിപ്പൽ പോർഷനാണ്. പിന്നെ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത് ഇൻട്രസ്റ്റിൻ്റെ പോർഷനാണ്. അപ്പോൾ ആദ്യത്തെ വർഷം നമ്മൾ ലോണിൻ്റെ റീപേയ്മെൻറ്റ് ചെയ്യുമ്പോൾ വളരെ ചെറിയൊരു തുക മാത്രമേ പ്രിൻസിപ്പളിലേക്ക് പോവുള്ളൂ, കൂടുതൽ തുകയും പോകുന്നത് പലിശയിലേക്കായിരിക്കും. എന്നാൽ ഓരോ വർഷം കഴിയും തോറും പ്രിൻസിപ്പളിലേക്ക് പോകുന്ന എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കും, ഇൻട്രസ്റ്റിലേക്ക് പോകുന്ന എമൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് നോർമൽ സിറ്റുവേഷൻ. അതായത് ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ ആ ലോൺ എത്രയോ പെട്ടെന്ന് തീർക്കുന്നോ
അത്രത്തോളം നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ഒരു 20,000 രൂപ എക്സ്ട്രാ അടിച്ചു കഴിഞ്ഞാൽ 10 വർഷം അദ്ദേഹത്തിന് സേവ് ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു ഇൻട്രസ്റ്റിൽ ഒരു 33 ലക്ഷം രൂപയോളം അദ്ദേഹത്തിന് ലാഭിക്കാൻ സാധിക്കും. പക്ഷേ നിക്ഷേപത്തിൻ്റെ കാര്യം വരുമ്പോൾ ഇത് നേരെ തിരിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ചാർട്ടിൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ചാർട്ടിൽ ഇവിടെ ഇത് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇവിടെ ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ ആണ്, ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ഗ്രോത്ത് ആണ്. അപ്പോൾ ഇവിടെ സപ്പോസ് ഇപ്പോൾ ഒരു SIP വഴി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ഗ്രാജുവലായിട്ടാണ് ഗ്രോ ചെയ്യുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ കിട്ടുന്ന ഗ്രോത്ത്, ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രോത്ത് ഓരോ വർഷം കഴിയും തോറും ഒരു എക്സ്പൊണൻഷ്യലായിട്ടുള്ള, ഇപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റൈൻ തന്നെ പറയുന്നത് ഈ പവർ ഓഫ് കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് എന്നത് 8th വണ്ടർ ഓഫ് ദി വേൾഡ് എന്നാണ്. അപ്പോൾ ഇത് നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് എത്രത്തോളം ലോങ് ടൈമിലേക്ക് പോകാൻ പറ്റുമോ അത്രത്തോളം ബെനിഫിറ്റാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നിക്ഷേപം എല്ലാം ക്യാൻസൽ ചെയ്തതിന് ശേഷം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആ സമയം, അതായത് ഇവിടെ വെച്ച് താങ്കൾ 20,000 വെച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനാണെങ്കിൽ താങ്കളെ സംബന്ധിച്ച് ഏകദേശം 20 വർഷം സമയം കിട്ടും. 20 വർഷം സമയം കിട്ടും. അതേസമയം ഇവിടെ വെച്ചാണ് ഈ ഗോളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ 10 വർഷം കിട്ടുള്ളൂ. അപ്പോൾ 10 വർഷം കൊണ്ട് ഇപ്പം നമ്മളെ സംബന്ധിച്ച് 10 വർഷം കൊണ്ട് ഇപ്പോൾ നമുക്ക് ഒരു 3 കോടി രൂപ കണ്ടെത്തണമെങ്കിൽ ഒരു 12% റിട്ടേൺ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 1,30,000 രൂപ വെച്ച് മാസം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഒരു മാസം 1,30,000 രൂപ വെച്ച് മന്ത്ലി SIP ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം ഇദ്ദേഹം 20,000 രൂപ വെച്ച് SIP ചെയ്തുകൊണ്ടിരുന്നേച്ചു എന്ന് വിചാരിച്ചോ, അതായത് അദ്ദേഹം ലോണിലേക്ക് അതേ സെയിം എമൗണ്ട് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നേച്ചു, വേറെ വ്യത്യാസമൊന്നും വരുത്തിയില്ല. അതോടൊപ്പം തന്നെ ഇദ്ദേഹം ഒരു 20,000 രൂപയുടെ SIPയും കൂടി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നേച്ചെങ്കിൽ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ 40 വയസ്സിൽ നിന്ന് 50 വയസ്സാകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പക്കൽ ഏകദേശം ഒരു 45 ലക്ഷം രൂപയുടെ കോർപ്പസ് ക്രിയേറ്റ് ചെയ്താണ്. 45 ലക്ഷം രൂപയുടെ കോർപ്പസ് ക്രിയേറ്റ് ചെയ്താണ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 10 വർഷം കൂടിയുണ്ട്. ഇദ്ദേഹത്തിന് ഇവിടെ 3 കോടി രൂപയാണ് കണ്ടെത്തേണ്ടത്. 3 കോടി രൂപയാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 45 ലക്ഷം രൂപ ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ ഇദ്ദേഹം 20,000 SIPയും ചെയ്യുന്നുണ്ട്. അപ്പോൾ 20,000 SIPയുടെ ഒപ്പം ഇവിടെ ഒരു 45,000 രൂപയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ ഗോളിലേക്ക് എത്താൻ സാധിക്കും. അതായത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1,30,000 രൂപ വെച്ച് EMI അത് SIP അടച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് 10 വർഷം കൊണ്ട് ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ നോക്കുന്ന സമയത്ത് ഇപ്പം നിലവിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന 20,000 SIPയോടൊപ്പം വെറും ഒരു 45,000 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 3 കോടി രൂപയുടെ കോർപ്പസ്, കാരണം ഇത്ര സമയത്തിനുള്ളിൽ ഇദ്ദേഹത്തിന് ഏകദേശം ഒരു 45 ലക്ഷം രൂപയുടെ ഒരു സമ്പാദ്യം ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇപ്പോൾ താങ്കളൊന്ന് വിചാരിച്ചാൽ താങ്കളിപ്പോൾ ഒരു വലിയൊരു വീട് വെച്ച് അതിൻ്റെ ലോണെല്ലാം തീർന്നു. പക്ഷേ ആ സമയത്ത് ഇപ്പോൾ 60 വയസ്സായപ്പോൾ ലോൺ തീർന്നു, അല്ലെങ്കിൽ 55 വയസ്സായപ്പോൾ ലോൺ തീർന്നു. ആ സമയത്ത് നിങ്ങളുടെ പക്കൽ ഒരു സമ്പാദ്യം ഇല്ലെങ്കിൽ ആ വീട്ടിലത്തെ ഒരു താമസത്തിൻ്റെ ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇനി സപ്പോസ് ഇവിടെ ഇപ്പോൾ ഒരു 45 ലക്ഷം രൂപ, ഇപ്പോൾ താങ്കൾ 50 വയസ്സായി, 45 ലക്ഷം രൂപ സേവിങ്സ് ഉണ്ട്. ഇപ്പോൾ ലോൺ ആ സമയത്ത് ഏകദേശം ഒരു 30-35 ലക്ഷം രൂപ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടാവുമായിരിക്കും. എന്തെങ്കിലും കാരണവശാൽ താങ്കൾക്ക് ആ ലോൺ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ 45 ലക്ഷത്തിൽ നിന്ന് ഈ 35 ലക്ഷം രൂപ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാലും താങ്കൾ സംബന്ധിച്ച് ഒരു 10 ലക്ഷം രൂപ എക്സ്ട്രാ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നിങ്ങളെ ലോൺ അതുപോലെ തന്നെ പോയിക്കോട്ടെ. ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് നിക്ഷേപിക്കാൻ, നിങ്ങളുടെ ഫ്യൂച്ചർ ഗോളിന് ഇനഫായിട്ട് നിക്ഷേപിക്കാനുള്ള പൈസ ഉണ്ടെങ്കിൽ ലോണിലേക്ക് വേണമെങ്കിൽ എക്സ്ട്രാ തുക അടച്ചോ. അല്ലാതെ നിക്ഷേപത്തിന് വേണ്ടി മാറ്റേണ്ട തുക എടുത്ത് ലോണിൻ്റെ EMIയിലേക്ക് കൂട്ടി അടച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടുള്ളൊരു കാര്യം, നാളെ നിങ്ങളുടെ
ഫ്യൂച്ചർ ഗോള് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാതെ നിങ്ങൾ വലിയ രീതിയിലുള്ള ഒരു സ്ട്രഗിളിലേക്ക് പോകും. ഇങ്ങനത്തെ ഒരു സാഹചര്യം വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നതായിരിക്കും നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇതിനെക്കുറിച്ച് താങ്കൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ഡെസ്കായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാ ആഴ്ചകളിലും വളരെ റെലവൻ്റ് ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ തൊമ്മിച്ച ടിപ്സിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത ആഴ്ച പുതിയ വിശേഷങ്ങളുമായി നമുക്ക് തൊമ്മിച്ച ടിപ്സ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.